ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാർജയിലെ ഖോർഫക്കാനിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 600 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അൽ സുഹൂബ് റെസ്റ്റ് ഹൗസ്. 2020 ആരംഭിച്ച ഇതിന്റെ നിർമ്മാണം ഏകദേശം ഒരു വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 2021 ജൂലൈ 15 ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി ഈ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 2021 ബലി പെരുന്നാൾ അവധിക്കാലത്താണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഇവിടുത്തെ പ്രധാന ആകർഷണം വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന റെസ്റ്റോറൻ്റാണ്. ഇതിൽ നിന്ന് ഖോർഫക്കാൻ നഗരത്തിൻ്റെയും കടലിൻ്റെയും 360 ഡിഗ്രി പനോരമിക് കാഴ്ച ആസ്വദിക്കാൻ സാധിക്കും. ഇവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫെൻ കഫേ എന്നു പേരുള്ള ഒരു ലക്ഷറി റെസ്റ്റോറൻറ്റും കഫേയും പ്രവർത്തിക്കുന്നുണ്ട്. പകൽ സമയത്തെ പ്രകൃതി ഭംഗിയും രാത്രിയിൽ നഗരത്തിലെ വെളിച്ചവും ആസ്വദിക്കാൻ പറ്റിയ ഇടമാണിത്. മൂടൽ മഞ്ഞുള്ള സമയങ്ങളിൽ മേഘങ്ങൾക്ക് മുകളിൽ ഇരിക്കുന്ന അനുഭവം ലഭിക്കും. കുട്ടികൾക്കായി 541 ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്ലേ ഏരിയ ഇവിടെയുണ്ട്. പ്രാർത്ഥനാ മുറികൾ, ശുചിമുറികൾ, കാർ പാർക്കിംഗ് സൗകര്യം എന്നിവയും ഇവിടെ ലഭ്യമാണ്. 1 മണിക്കൂറിന് 20 ദിർഹമാണ് പാർക്കിംഗ് ചാർജ്. 1 മണിക്കൂറും 1 മിനിറ്റുമായാൽ 60 ദിർഹം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് 45 മിനിറ്റോ അതിനു മുൻപോ മുകളിൽ നിന്നും താഴേക്ക് വരുന്നതായിരിക്കും ബുദ്ധി. കാരണം എക്സിറ്റിൽ വാഹനങ്ങളുടെ തിരക്കുള്ളത് കൊണ്ട് കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. എക്സിറ്റിലാണ് പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടത്. എന്നാൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് നിശ്ചിത തുകയ്ക്ക് മുകളിൽ ബില്ലാവുകയാണെങ്കിൽ 2 മണിക്കൂർ സൗജന്യ പാർക്കിംഗ് ലഭിക്കാറുണ്ട്. സാധാരണയായി രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തന സമയം. ചില അവസരങ്ങളിൽ രാത്രി 1 മണി വരെ നീളാറുമുണ്ട്. മലമുകളിലേക്ക് ഏകദേശം 5.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള വളഞ്ഞു കിടക്കുന്ന മനോഹരമായ റോഡിലൂടെ വേണം യാത്ര ചെയ്യാൻ. അൽ റഫീസ ഡാമിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ നീളമുള്ള ഒരു ട്രക്കിംഗ് പാതയും ഇവിടേക്കുണ്ട്. അവധി ദിവസങ്ങൾ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നേരത്തെ എത്തുന്നത് നന്നായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായും ഒന്ന് കണ്ടു നോക്കൂ. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Let's not go down there. कृष्णा को बता रहे हैं तो हल होगी तो क्या बोलते हैं? ഹലോ 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 ഇവിടെ നോക്ക്, ഇവിടെ അല്ല ഇവിടെ. ഹായ് ഹായ് ഹായ്. ആ ഉപ്പ വേണ്ട. എടുത്തോ. ആ
മീഡിയ ഓക്കെ ഞാൻ വരാം. പക്ഷേ ഞാനിപ്പോൾ കോർപ്പക്കാലുണ്ട്. പോയിട്ട് വരുന്ന വയ്ക്ക് അവിടെ വരുമ്പോൾ വരാം. അല്ല മക്കളെ, ഞങ്ങൾ വെളിയിലിടുന്ന സ്ഥലല്ലേ, വണ്ടി ഇടുന്ന സ്ഥലം. ആ വണ്ടി ഇടുന്ന സ്ഥലത്ത് കാർപ്പറ്റ് ഇട്ടു. ആ ഇന്റർലോക്കിന്റെ അപ്പുറത്തേക്ക് ബാക്കി ഭാഗത്ത് ഇവിടെ കുറച്ച് മണ്ണ് കൊണ്ടിട്ടേ ഈ പൂയി കൊണ്ടിട്ടേ പൂച്ചായി വന്ന് കണ്ട് സാധിച്ചിട്ടുണ്ട്. പൂച്ചന്റെ തന്നെ അത് പൂച്ച കുഴി കുത്തിയല്ലേ ചെയ്യുന്നത്. സാധാരണ പൂച്ച കോഴി കഴിക്കും. എല്ലാവരും വെക്കൂല. അപ്പൊ പഠിച്ച് കാണത്തില്ല, സ്കൂളിൽ പോയി കാണത്തില്ല. സംസ്കാരം ഇല്ല. അതല്ല, കഴിഞ്ഞ ദിവസം അച്ചായന്റെ പറഞ്ഞില്ലേ കടയിൽ പോയിട്ട് വന്നു. അത് കുത്തി കുഴി കുത്തി. കടയിൽ പോയിട്ട് വരികയാണ് ഒരാളെ ഒന്നല്ല രണ്ടും കൊടുത്തു. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ച കുഞ്ഞുങ്ങൾക്ക് അത് മാന്തി എങ്ങനെയാ ഇത് നമ്മൾ കാണിച്ചു അതിന് പഠിക്കാത്ത മക്കളുണ്ടോ? ആ സ്കൂളിൽ പോകാൻ നല്ലത് നല്ലത് നടപ്പുണ്ടല്ലോ. അവിടെ മുറ്റത്ത് നമ്മുടെ മുറ്റത്ത് ഒരു മണ്ണില്ല അവിടെ.